നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേള 2026 ജനുവരി 2 മുതൽ 11 വരെ തൃത്താലയിൽ നടക്കും. സരസ് മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലാണ് ദേശീയ സരസമേള സംഘടിപ്പിക്കാറെങ്കിൽ ഇക്കുറി തൃത്താല പോലുള്ള ഗ്രാമീണ പ്രദേശത്ത് സരസമേള നടത്താൻ തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ സംഘാടകരായി പുതിയ മാതൃക സൃഷ്ടിക്കുന്ന ഒന്നാകണം തൃത്താല സരസമേളയെന്നും സംഘാടനത്തിൽ തൃത്താലയുടെ തനിമ പ്രതിഫലിപ്പിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. 10 ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന 250-ലധികം വിപണന സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിക്കും. ഇന്ത്യയിൽ നിന്ന് 90 സ്റ്റാളുകൾ, ഗ്രാമവികസന വകുപ്പിന്റെ 30 സ്റ്റാളുകൾ, കുടുംബശ്രീ ജില്ലാ മിഷന്റെ തിരഞ്ഞെടുത്ത 130 സ്റ്റാളുകൾ, ഇതര സംസ്ഥാനങ്ങളിലെ രുചിവൈവിധ്യം വിളമ്പുന്നതുൾപ്പെടെ 25 ഫുഡ് കോർട്ടുകൾ, കലാ-സാംസ്കാരിക രംഗത്തെ പ്രഗതിയിൽ പങ്കെടുക്കുന്ന കലാപരിപാടികൾ, വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ, പ്രാദേശിക കലാപരിപാടികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. സരസമേള ലക്ഷ്യമിട്ട് സുസ്ഥിര തൃത്താല പദ്ധതിയും കുടുംബശ്രീയും സംയോജിപ്പിച്ച് തൃത്താലയിൽ 250 ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തും. പച്ചക്കറികൾ വിറ്റഴിക്കാൻ പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിക്കും. സരസമേള ജനകീയമാക്കുന്നതിനായി ഒക്ടോബർ 25, 26 തീയതികളിലായി ഗൃഹസന്ദർശനം നടത്തും. CDS, ADS തലത്തിൽ പ്രാദേശിക സംഘാടക സമിതികളും രൂപീകരിക്കും. എൻലൈറ്റ്, കുടുംബശ്രീ, എക്സൈസ് വകുപ്പ് എന്നിവയുമായി സംയോജിച്ച് നവംബർ 2 മുതൽ 9 വരെ 5 അയൽക്കൂട്ടങ്ങളിൽ 1 എന്ന നിലയിൽ ലഹരിവിരുദ്ധ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കും. ഇതിനു മുമ്പ് സരസ്മേള നടന്നിട്ടുള്ളത്, മിക്കവാറും സരസ്മേളകളെല്ലാം നടന്നിട്ടുള്ളത് വലിയ നഗരങ്ങളിലാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെ പല നഗരങ്ങളിലായിട്ടാണ് സരസ്മേളകളെല്ലാം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നടന്നതും നഗരമാണ്, ചെങ്ങന്നൂരിലാണ്, മുനിസിപ്പാലിറ്റിയാണ്. മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ചെങ്ങന്നൂരിലാണ് നടന്നത്. അപ്പോൾ തൃത്താല പോലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ആദ്യമായി സരസ്മേള സംഘടിപ്പിക്കാൻ ഉള്ള ധൈര്യം അത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ നിങ്ങളാണ്. നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് സരസ്മേള ഇത്തവണ നാം ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കൊരനുഭവമുണ്ട് തദ്ദേശ ദിനം അതിഗംഭീരമായി നടത്തിയതിൻ്റെ. തദ്ദേശ ദിനം ആചരിക്കുന്നതിൻ്റെ, അത് ആഘോഷിക്കുന്നതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചത് തൃത്താലയിലെ തദ്ദേശ ദിനമായി. അതിനു മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ മൂന്നാർ പോലൊരു കേന്ദ്രത്തിൽ ജനപ്രതിനിധികളെല്ലാം വന്നു ചേർന്ന് ഒരു ദിവസം മീറ്റിംഗും പ്രസംഗവുമായിട്ട് പിരിഞ്ഞു പോവുക എന്നതാണ്. എന്നാൽ തദ്ദേശ ദിനം ആരും അറിയാതെ ജനപ്രതിനിധികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന പതിവിന് വിരാമമായത് ജനങ്ങളാകെ പങ്കെടുക്കുന്ന ജനകീയ ഉത്സവമാക്കി മാറ്റിയത്, ആ മാതൃക സൃഷ്ടിച്ചത് തൃത്താലയാണ്. അതിനുശേഷം പിന്നെ എല്ലാ തദ്ദേശ ദിനാചരണങ്ങളും, അതിനുശേഷം 2 നടന്നത്. ഒന്ന് കൊട്ടാരക്കരയിലായിരുന്നു, മറ്റൊന്ന് ഗുരുവായൂരിലായിരുന്നു. രണ്ടും അതുപോലെ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് നടത്തിയത്. ഡിസംബറിൽ 1 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും മേളയുടെ ഭാഗമായി നടക്കും. വൃത്തിയുള്ള തൃത്താല എന്ന സന്ദേശമുയർത്തി ശുചീകരണ സൗന്ദര്യവൽക്കരണ ക്യാമ്പയിനും മത്സരവും സംഘടിപ്പിക്കും. ഡിസംബർ 28-ന് ഏകദിന ശുചീകരണ യജ്ഞവും നടത്തും. സരസമേളയുടെ വിജയത്തിനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, MP-മാരായ അബ്ദുസമദ് സമദാനി, കെ രാധാകൃഷ്ണൻ, VK ശ്രീകണ്ഠൻ എന്നിവർ രക്ഷാധികാരികളായും മന്ത്രി MP രാജേഷ് ചെയർമാനും പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി കൺവീനറുമായ സംഘാടക സമിതിക്ക് യോഗം രൂപം നൽകി. 17 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. യോഗത്തിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജേഷ് കുട്ടൻ, PK ജയ, VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനുബ ടീച്ചർ, പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, ജില്ലാ കോർഡിനേറ്റർ S. അനുരാധ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താലയുടെ മാതൃക പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു എന്നതാണ് കാണുന്നത്. അത് ജനപങ്കാളിത്തം കൊണ്ട് മാത്രമല്ല. നമ്മൾ ഇവിടെ അന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തിയ സെമിനാറുകൾ, ചർച്ചകൾ, അങ്ങനെ ആഴമുള്ള സംവാദങ്ങളിൽ കൂടി തദ്ദേശ ദിനം വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു.
വലിയ ജനപങ്കാളിത്തം അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിരുന്നു. അതുപോലെ സരസ്മേളയുടെ ചരിത്രത്തിൽ തൃത്താല സരസ്മേള ഒരു വഴിത്തിരിവായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ 12 ഗംഭീരമായിരുന്നു. ആ 12 പോലെ ഗംഭീരമായാൽ പോരാ, പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതായിരിക്കണം തൃത്താല സരസ്മേള എന്നാണ് നാം കാണുന്നത്. ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന, ജനങ്ങളാകെ സംഘാടകരായി മാറുന്ന ജനകീയമായ ആഘോഷം. മെട്രോ സിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രം നടന്നുവരുന്ന മാരത്തോൺ മത്സരം ഗ്രാമാന്തരീക്ഷത്തിൽ നടത്താൻ റണ്ണേഴ്സ് പെരിങ്ങോട് ഒരുക്കം ഊർജിതമാക്കിയതായി സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഫെബ്രുവരി 15-നാണ് ഹെറിറ്റേജ് മാരത്തോൺ നടത്തുന്നത്. കായിക പ്രേമികൾ കാണാനും ആസ്വദിക്കാനും പങ്കാളികളാവാനും കൊതിക്കുന്ന 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനാണ് ഒരുക്കം നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാരത്തോണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതോടൊപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്കും പ്രസിദ്ധീകരിച്ചിരുന്നു. മാരത്തോണിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഒക്ടോബർ 5-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പെരിങ്ങോട് സ്കൂളിൽ നടക്കും. ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാരത്തോൺ 2026 ഫെബ്രുവരി 15-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 3000 to 5000 മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് ലോഗോ പ്രകാശനം നിർവഹിക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന അധ്യക്ഷയാകും. ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനം മുൻ MLA VT ബൽറാം നിർവഹിക്കും. പ്രചാരണ സന്ദേശം നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രനും നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 7 മുതൽ 78 വയസ്സ് വരെ പ്രായമുള്ളവരുടെ പ്രഭാത വ്യായാമ സംഘമായ റണ്ണേഴ്സ് പെരിങ്ങോടാണ് മേഖലയിൽ ആദ്യമായി ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. വെറും വ്യായാമം എന്നത് മാത്രമല്ല, മികച്ച കായികക്ഷമതയുള്ള യുവതയെ വാർത്തെടുക്കലാണ് റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ ലക്ഷ്യം. താല ബ്ലോക്ക് നമ്മുടെ പരിധിയിലുള്ള ആളുകളെല്ലാം ഈ ഹെൽത്തിന്റെ ഈ കാര്യത്തിലേക്ക് അവരെ ശ്രദ്ധ ആകർഷിച്ച് ഇതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചാലാണ് അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, ഓരോ സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു 2000 പേരിൽ നമ്മൾ ഇപ്പോൾ 3000 മുതൽ 5000 പേരെ ഈ മാരത്തോൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒരു 1500-2000 പേര് സൈനിക, അർദ്ധസൈനിക, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങി നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ ഉതകുന്ന തരത്തിൽ യുവാക്കളെ കായികമായി പാകപ്പെടുത്തിയെടുക്കുന്ന ചിട്ടയായ പ്രവർത്തനവും റണ്ണേഴ്സ് പെരിങ്ങോട് നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ കീഴിൽ അഭ്യസിച്ച 40ഓളം പേർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തോണിന് പുറമെ 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഫൺ ആൻഡ് ഫാമിലി റൺ, കുട്ടികൾക്കും തുടക്കക്കാർക്കും വേണ്ടി 3 കിലോമീറ്റർ ഹെറിറ്റേജ് വാക്ക് ആൻഡ് റൺ എന്നീ 4 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിവിധ പ്രായവിഭാഗങ്ങളിലുള്ള മത്സര വിജയികൾക്ക് 2.25 ലക്ഷത്തോളം രൂപയുടെ സമ്മാനത്തുകയും മൊമെന്റോകളും നൽകും. റണ്ണേഴ്സ് ക്ലബ് ഭാരവാഹികളായ MP മണി, I വിമൽ ചന്ദ്രൻ, അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ, രമേശൻ തറാൽ, PM വാസുദേവൻ, T ധർമ്മരാജൻ, P ഗണേഷ് കുമാർ, KP വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ റണ്ണേഴ്സ് ക്ലബ്ബ്. പക്ഷെ അത് അതിന്റെ ആ ആത്മാർത്ഥത കാരണവും നിഷ്കളങ്കത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കാരണം വളരെയധികം വിവിധ തട്ടിലുള്ള ആൾക്കാർ അതിൽ പങ്കാളികളായി. അത് വേറെ ഫലിച്ചില്ലാണ്ട് മാഷ് പറഞ്ഞ പോലെ തന്നെ യാതൊരു അതിനൊരു റെമ്യൂണറേഷൻ ഒന്നും വാങ്ങാണ്ട് ചെയ്യുന്ന ഒരു സേവനം തന്നെയാണത്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മേലെ പട്ടാമ്പി മഹല്ല് പരിപാലന സമിതി ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു. ഗസയിലെ നിരപരാധികളുടെ രക്തച്ചൊരിച്ചിലിനെതിരെ ഞങ്ങളുടെ സ്വരവും ഹൃദയവും ഉയർത്തുന്നു. ഗസയിലെ കൂട്ടക്കുരുതികൾക്ക് അറുതി വരുന്ന ദിനമുണ്ടാകും. സുന്നി മഹല് ഫെഡറേഷന്റെ ആഹ്വാനപ്രകാരമാണ് മേലെ പട്ടാമ്പി മഹല് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ജുമാ നമസ്കാരത്തിന് ശേഷം കൽപ്പക ജംഗ്ഷനിൽ വെച്ച് ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചത്. മഹല് ഖത്തീബ് ഹാഫിൽ അഷ്കർ മഹീരിയുടെ പാലസ്തീൻ ഐക്യദാർഢ്യ സന്ദേശത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പ്രസിഡന്റ് വയമ്പത്തൊടി മുസ്തഫ, സെക്രട്ടറി കൊപ്പൻ അലിക്കുഞ്ഞ്, മറ്റു പരിപാലന സമിതി അംഗങ്ങൾ, മഹലിലെ കാരണവന്മാർ, യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇത് മനുഷ്യന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലയാളികളായ ഒരുപാട് ആളുകൾ സന്നദ്ധ സേവകരായിട്ട് ഇതിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് നിൽക്കുന്നവരുണ്ട്.
കഴിഞ്ഞ ദിവസം ഒരു രശ്മി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി 50-60ഓളം വരുന്ന കുടുംബത്തിന് വേണ്ട വെള്ളം അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചാൽ നമ്മളെ കൊണ്ട് അതിന് സാധ്യമാണ്. കണ്ണൂർ തുവക്കുന്നുള്ള NAM കോളേജിലുള്ള വിദ്യാർത്ഥികൾ പലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത്. നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അവസാനമായി ഒന്നിനും സാധ്യമല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആഇറക്കാനെങ്കിലും നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാങ്ങാട്ടിരി ബദ്രിയ ജുമാ മസ്ജിദിന് മുന്നിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തി. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് വെള്ളിയാഴ്ചയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്കു ശേഷം ഐക്യദാർഢ്യ സംഗമം നടത്തിയത്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയും നരനായാട്ടും അങ്ങേയറ്റം അപലപനീയമാണെന്നും ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ പുലർത്തുന്ന കുറ്റകരമായ മൗനവും നിസ്സംഗതയും അവസാനിപ്പിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. മഹല്ല് ഖതീബ് നൌഷാദ് ഫൈസി ആലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് AK ഷെരീഫ് അധ്യക്ഷനായി സെക്രട്ടറി K ഹാരിസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം. പട്ടാമ്പി താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും താലൂക്ക് വികസന സമിതി യോഗം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയുടെ പേരിൽ റോഡ് നവീകരണം തടസ്സപ്പെടാൻ പാടില്ലെന്നും ജാഗ്രതയോടെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA സൂചിപ്പിച്ചു. അപ്പോൾ ഈ റവന്യൂ വകുപ്പും കൂടി കൊടുത്തല്ലോ അപ്പോൾ ഒരു ജാഗ്രതയോട് കൂടി റവന്യൂ വകുപ്പും കൂടി അതിലൊന്ന് ആക്റ്റീവ് ആകണം. രണ്ടും കൂടിയിട്ട് എന്തായാലും കേസിന്റെ പേരിൽ വർക്ക് നിൽക്കാതെ വർക്ക് മുന്നോട്ട് പോകണം. കേസ് ഇനി ചിലപ്പോൾ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അത് നോക്കണം, മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ പോകണം. അപ്പൊ അടുത്ത ഹിയറിംഗ് എന്താണെന്ന് അറിയാം. അപ്പൊ ആ ഹിയറിംഗിന് മുമ്പ് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പരസ്പരം സംസാരിച്ചിട്ട് എന്തായിരുന്നാലും അത് മുന്നോട്ട് പോകണം. കേസാണെങ്കിൽ കേസായിട്ട് തന്നെ തിരിച്ച് പോവാം. ഓക്കെ, 3 ദിവസം 8-10-നും 22-10-നും 27-10-നും ഹൈക്കോടതി കേൾക്കുന്നുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പുകളിൽ 3 ദിവസത്തിനുള്ളിൽ വെള്ളം പാഴാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനുശേഷം സിഗ്നൽ ജംഗ്ഷൻ വഴിയുള്ള ഭാഗത്തെ റോഡ് ടാറിംഗ് നടത്തുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് നവീകരണം, മുളയങ്കാവ് റോഡ് നവീകരണം, വടുതറ റോഡ് നവീകരണം, കൊപ്പം നഗരത്തിലെ ഗതാഗതക്കുരുക്ക്, തെരുനായ ശല്യം, കൊപ്പം ആശുപത്രി കെട്ടിട നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി കണ്ഠൻ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തൂർ, തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, പട്ടാമ്പി പോലീസ് SHO അൻഷാദ് തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഭാരതപ്പുഴയിലേക്ക് മാലിന്യം ഒഴുക്കി വിടുന്ന കുറേ നഗരസഭ നോട്ടീസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് പോകണ്ടേ. ഇപ്പം നമ്മളത് കേസ് കോടതിയിലേക്ക് കൊടുത്തൊക്കെയാണ്. അപ്പം അത് ഒരു സംയുക്ത പരിശോധന നടത്തിയുകൊണ്ട് തഹസിൽദാർ ഉൾപ്പെടെ CA എല്ലാവരും ഉൾപ്പെടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ആയിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് നമ്മുടെ അതിഥി തൊഴിലാളികളെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 2-3 ആൾക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഒരു 10 ആൾ വീതം വെച്ച് താമസിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു കണക്കുമില്ല, ഒരു രേഖകളിലും ഒന്നിലുമില്ല. അവർ വരുന്നു പോകുന്നു, പക്ഷേ അവരുടെ മാലിന്യം മൊത്തം പട്ടാമ്പി നഗരസഭയുടെ പരിധിയിലാണുള്ളത്. അത് അവർക്ക് താങ്ങാവുന്ന, അവർ STP ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്, പക്ഷേ എന്നാലും STPയിൽ താങ്ങാവുന്ന അധികം ആളുകളാണ് അവിടെ താമസിക്കുന്നത്. പട്ടാമ്പിയിൽ VK ശ്രീകണ്ഠൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചൊരുക്കിയ മിനി മാസ് ലൈറ്റുകൾ മിഴി തുറന്നു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനിമാസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. VK ശ്രീകണ്ഠൻ MPയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. നിങ്ങളെല്ലാവരുടെയും ആവശ്യപ്രകാരം പ്രധാനപ്പെട്ട റോഡാണ്. ജനങ്ങൾ രാത്രികാലങ്ങളിലും സുരക്ഷിതമായിട്ട് നടക്കാൻ, പല ജോലിക്കും പല വിദ്യാഭ്യാസ ആവശ്യത്തിനും എല്ലാവരും പോകുമ്പോൾ ഇരുട്ടിലൂടെ യാത്ര ചെയ്തിരുന്ന കാലം കഴിഞ്ഞു. ഇനി നല്ല വെളിച്ചത്തിലൂടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ അമ്മമാർക്കും വളരെ സുരക്ഷിതമായിട്ടിവിടെ യാത്ര ചെയ്യാം. തീർച്ചയായിട്ടും ഒരു സന്തോഷം കൂടെ ഉണ്ട്. സാധാരണ ലൈറ്റ് വെക്കണ പോലെയല്ല, ഈ ലൈറ്റ് വെച്ച കമ്പനി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് 5 വർഷത്തെ റിപ്പയറും കൂടെ ഉൾപ്പെടെയാണ്. അപ്പൊ ഇനി MP ലൈറ്റ് ഓൺ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞത് കേടും, പിന്നെ ആരും നോക്കുന്നൊന്നും പ്രയാസപ്പെടുന്നു. നല്ല ലൈറ്റും അങ്ങനെയാണ് മുമ്പ്. ഇപ്പൊ മുതലൊക്കെ എങ്ങനെയാ വെച്ചാൽ വെക്കുന്ന കമ്പനി അതിന് ഇത്ര വർഷത്തെ റിപ്പയറും കൂടെ ഗ്യാരണ്ടി ചെയ്തിട്ടാണ്. അപ്പൊ എന്തെങ്കിലും
തകരാറ് വന്നാൽ അതിന്റെ അറ്റകുറ്റപ്പണി ഇതേ സ്ഥാപനമാണ് നിർവഹിക്കുക. അപ്പൊ 5 വർഷത്തേക്ക് ഈ ലൈറ്റ് ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് കത്തും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ മുനിസിപ്പാലിറ്റിയാണ് അതിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത്. കറണ്ട് ബില്ല് അടക്കേണ്ട മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ തടസ്സമില്ലാതെ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വെളിച്ചം വേണം, എല്ലാവർക്കും യാത്രാ സൗകര്യം വേണം, കുടിവെള്ളം വേണം, എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷിന്റെയും എന്റെയും അല്ലേ. പട്ടാമ്പി താലൂക്ക് ആശുപത്രി, പഴയ മാർക്കറ്റ് പരിസരം, ശങ്കരമംഗലം CKM സ്ട്രീറ്റ്, കൊടലൂർ, പെരിക്കാട്ടുകുളം, കോട്ടപ്പടി ഹെൽത്ത് സെന്റർ, 2-ാം മൈൽ, പറക്കാട് ഉങ്ങിൻചുവട്, പറക്കാട് ലക്ഷംവീട് തുടങ്ങിയിടങ്ങളിലാണ് മിനി മസിലേറ്റുകൾ സ്ഥാപിച്ചത്. പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ ഉമ്മർ കിഴായൂർ അധ്യക്ഷനായിരുന്നു. C സംഗീത, KR നാരായണസ്വാമി, ET ഉമ്മർ, ജിതേഷ് മൊഴിക്കുന്നം, K ബഷീർ, KT റുക്കിയ, AK അക്ബർ, കുട്ടിയാഹു, വാഹിദ് കൽപ്പക, ഹനീഫ മാനു, മുഹമ്മദ് ഹനീഫ, K മാളുക്കുട്ടി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ വാഹന ജാഥയ്ക്ക് കൂറ്റനാട് തുടക്കമായി. കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി M നാസർ ജാഥ ക്യാപ്റ്റനായുള്ള ജാഥ സംസ്ഥാന സെക്രട്ടറി P സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. AV മുഹമ്മദ് അധ്യക്ഷനായി. M നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം നബീസ, ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി M സുബ്രഹ്മണ്യൻ സ്വാഗതവും TA ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രവാസികളുടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങളോട് അഡ്രസ് ചെയ്യാൻ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രത്തോട് പറയുന്നു എന്നാണ് ചോദ്യം. അതിനൊരു കാരണമുണ്ട്. നിതാക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് നിന്ന് സ്വദേശത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ കോവിഡ് കാലത്ത് 10-24 ലക്ഷം ഇന്ത്യക്കാർ തിരിച്ചു വന്നപ്പോൾ ചോദിച്ച ചോദ്യമുണ്ട്. അവരുടെ പുനരധിവാസത്തിന് കേരള ഗവൺമെന്റ് 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച ചോദ്യം, പ്രവാസികളുടെ പുനരധിവാസം കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല എന്നാണ്. അതോ പ്രവാസികളുടെ തിരിച്ചു വന്നവരുടെ പുനരധിവാസം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ നിർവഹിച്ചു കൊടുക്കുകയെന്നാണ്. ഞാൻ നരേന്ദ്രമോദിയോടും കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. പാസ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? കേരള മുഖ്യമന്ത്രിയാണോ പാസ്പോർട്ട് കൊടുക്കുന്നത്? വിദേശത്തേക്ക് പോകാൻ ആവശ്യമായ പാസ്പോർട്ട് നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഫീസ് കൊടുത്താണ് ആ പാസ്പോർട്ട് ലഭിക്കുന്നത്. അത് കഴിഞ്ഞു ഒരു വിസ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രയാസങ്ങളൊക്കെ അംഗീകരിക്കുന്നില്ല. വിദേശത്ത് വിസ സംഘടിപ്പിച്ച് വിദേശത്തേക്ക് പോകണമെങ്കിൽ എമിഗ്രേഷൻ ക്ലിയറൻസ്, വിമാനക്കൂലി ഇവയൊക്കെ തീരുമാനിക്കുന്നതിന് കേരള ഗവൺമെന്റിന് അധികാരമില്ല. അങ്ങനെ വിദേശത്തെത്തിക്കഴിഞ്ഞാൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷിക സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി V ശിവൻകുട്ടി സംഗമം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ദശവാർഷിക സംഗമം സംഘടിപ്പിച്ചത്. ഓൺലൈൻ വഴി മന്ത്രി V ശിവൻകുട്ടി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രചോദനമാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി സൂചിപ്പിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തും പട്ടാമ്പി മണ്ഡലവും ചേർന്ന് നടപ്പിലാക്കുന്ന ജ്യോതിസ് പദ്ധതി കേരളത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകയാണ്. 10 വർഷമായി തുടർച്ചയായി വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളും പഠന മികവും വളർത്തുന്നതിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ട്. ഇതുവരെയുള്ള 20,000-ത്തിലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, രക്ഷിതാക്കളുടെ സഹകരണം, അധ്യാപകരുടെ സമർപ്പണം ഇവ ചേർന്ന് പദ്ധതിയെ വിജയമാക്കിയത്. സമഗ്ര വിദ്യാഭ്യാസത്തിനായി ശാസ്ത്രം മുതൽ ചരിത്രം, കായികം മുതൽ വായന, ഭാഷാശൈലി മുതൽ കലാസൃഷ്ടികൾ വരെ ഉൾപ്പെടുത്തി നടത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും സർഗശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയ ജ്യോതിസ് മാതൃക സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകൾക്കും പ്രചോദനമാണ്. വിദ്യാഭ്യാസം ഒരു സർക്കാർ ഉത്തരവാദിത്തം മാത്രമല്ല, സമൂഹത്തിലെ കൂട്ടായ്മയും ജനകീയ പങ്കാളിത്തവുമാണ് എന്ന് ഓങ്ങല്ലൂർ തെളിയിച്ചിരിക്കുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും പട്ടാമ്പി മണ്ഡലത്തിന്റെയും
മുഴുവൻ വിദ്യാലയങ്ങളിലും കെട്ടിടം അടക്കമുള്ള സൗകര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. MLA മുഹമ്മദ് മൊഹസിൻ ഇതിനായി മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതുപോലെ തന്നെ വിദ്യാകരണം പദ്ധതിയും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒന്നല്ല. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ കൂടുതൽ ജനകീയവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ലക്ഷ്യം കാണുന്ന വിദ്യാർത്ഥികളിൽ അവരുടെ കഴിവുകൾ വളർത്തുന്നതിന് അവർ പഠിക്കുന്ന പ്രായത്തിനനുസരിച്ച് അവർക്ക് നേടേണ്ട അറിവുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിൽ നിന്നുകൊണ്ട് അത് വളരെ മികച്ചതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജ്യോതിസിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജ്യോതിസ് കോർഡിനേറ്റർ P നാരായണൻ, ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, KT പുഷ്പലത, N നീരജ്, അധ്യാപകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഓരോ സ്കൂളുകളിലും നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ അവതരണം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. മികവിൽ വരവൂർ ITI 2025 ജൂലൈയിൽ നടന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ മികച്ച വിജയം കൈവരിച്ച വരവൂർ ITIയിലെ ട്രെയിനികളെ അനുമോദിച്ചു. DCM ട്രേഡിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയ PV അഭിജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ MMV ട്രേഡിലെ മുഴുവൻ കുട്ടികളും DCM ട്രേഡിലെ മുഴുവൻ ട്രെയിനികളും വിജയിച്ച് 100% വിജയം കരസ്ഥമാക്കി. വരവൂർ ITIയിൽ വെച്ച് ശനിയാഴ്ച നടന്ന കോൺവൊക്കേഷൻ സെറിമണി വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു ഉദ്ഘാടനം ചെയ്തു. ITI ട്രെയിനിംഗ് സൂപ്രണ്ടന്റ് പ്രിൻസിപ്പൽ ER മിനി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം KV ഖദീജ ടീച്ചർ, PTA സെക്രട്ടറി രചന, എംപ്ലോയബിലിറ്റി സ്കിൽ മുൻ ഇൻസ്ട്രക്ടർ ആൻസി വിൻസൺ, MMV ട്രേഡ് ഇൻസ്ട്രക്ടർ CS രാജേഷ്, ഓഫീസ് അറ്റൻഡന്റ് അബ്ദുള്ളക്കുട്ടി, ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ രാഹുൽ എരവി, ട്രെയിനികളായ കാർത്തിക് നിരഞ്ജൻ, സുധിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ റാങ്ക് ജേതാവിനും ആദ്യ 3 സ്ഥാനങ്ങൾ ലഭിച്ചവർക്കും മൊമന്റോയും പാസ്സായ ട്രെയിനികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.